നമസ്കാരം. പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ വിവിധ തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ കരുതലും കൈത്താങ്ങും എന്ന പേരിൽ പരാതി പരിഹാര അദാലത്ത് നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ വർഷവും സമാനമായ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. 2024 ഡിസംബർ 2025 ജനുവരി മാസങ്ങളിലാണ് ഈ അദാലത്ത് നടക്കുന്നത്. കളക്ടറേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാവും അദാലത്ത്. 2024 ഡിസംബർ 19, 20, 21, 23, 24, 26, 27 എന്നീ ദിവസങ്ങളിലാണ് എറണാകുളം ജില്ലയിൽ അദാലത്ത് നടക്കുന്നത്. എറണാകുളം ജില്ലയിൽ തന്നെ കണയന്നൂർ, നോർത്ത് പറവൂർ, ആലുവ, കുന്നത്തുനാട്, കൊച്ചി, മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ താലൂക്ക് ആസ്ഥാനങ്ങളിൽ വെച്ചാണ് ഈ പരാതി പരിഹാര അദാലത്ത് നടത്തപ്പെടുന്നത്. എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി പി രാജു ജില്ലയിലെ എല്ലാ താലൂക്കുകളിലെയും അദാലത്തുകളിൽ പങ്കെടുക്കും. ഇനി ഈ അദാലത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭൂമി സംബന്ധമായ വിഷയങ്ങൾ, അതിൽ തന്നെ പോക്കുവരവ്, അതിർത്തി നിർണയം, അനധികൃത നിർമ്മാണം, ഭൂമി കയ്യേറ്റം, അതിർത്തി തർക്കങ്ങൾ, വഴി തടസ്സപ്പെടുത്തൽ എന്നിവയെല്ലാം ഉൾപ്പെടും. സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ നൽകുന്നതിലെ കാലതാമസം, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ, അതായത് കെട്ടിട നമ്പർ, നികുതി എന്നിവയുമായി ബന്ധപ്പെട്ടവ, വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ, മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള പരാതികൾ, ശാരീരിക മാനസിക ബുദ്ധി വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം, ധനസഹായം, പെൻഷൻ, ബന്ധപ്പെട്ട മറ്റാവശ്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, മാലിന്യ സംസ്കരണം, പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ, കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും, വിളയുടെ ഇൻഷുറൻസ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും സഹായവും, ഈ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ, വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി, ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, അതിൻ്റെ നഷ്ടപരിഹാരം, വിവിധ സ്കോളർഷിപ്പുകൾ, അത് സംബന്ധിച്ചുള്ള പരാതികൾ, സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ, തണ്ണീർത്തട സംരക്ഷണം, അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, മേൽപ്പറഞ്ഞ ഏത് വിഷയത്തിലുള്ള പരാതിയും നിങ്ങൾക്ക് അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ്. സമയബന്ധിതമായൊരു തീർപ്പുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, HMT ജംഗ്ഷൻ.